ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ വിക്രമും വേദയും മാലയിടാൻ പോകുന്ന സമയത്ത് മുത്തശ്ശി പറയുവാണേ, അച്ചമ്മ പറയുവാണേ, 1 മിനിറ്റ് എന്ന്. അതെ, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് സെറ്റ് ചെയ്തോട്ടെ, എങ്കിലേ എനിക്കിതിൽ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ആ ശരി ശരി, ഇനി മാല ഇട്ടോ എന്ന് പറയുവാണേ അച്ചമ്മ. അത് കഴിയുമ്പോഴത്തേക്ക് വേദ വിക്രത്തിന്റെ കഴുത്തിലോട്ട് മാല ഇടുവാണേ. പക്ഷെ വിക്രത്തിന് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് വേദയോട്. അങ്ങനെ വിക്രം വേദയെ ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വിക്രമും വേദയുടെ കഴുത്തിലേക്ക് മാല ഇടുന്നുണ്ട്. വലിച്ചെറിയുന്നത് പോലെയാണ് വേദയുടെ കഴുത്തിലേക്ക് മാല ഇടുന്നത് വിക്രം. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അച്ചമ്മ വിനായകനെ വിളിക്കുവാണ്, നീ ഈ ഫോണൊന്ന് പിടിച്ചേ, ഞാനൊന്ന് അനുഗ്രഹം കൊടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ വേദയും വിക്രമും അച്ചമ്മയുടെ കാല് തൊട്ട് തൊഴുത് അനുഗ്രഹം മേടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ മാഷാണെങ്കിൽ വേദയ്ക്ക് അനുഗ്രഹം കൊടുക്കാതെ തന്നെ പെട്ടെന്ന് കാലങ്ങ് വലിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതാരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് വേദയ്ക്കും വിക്രത്തിനും മനസ്സിലാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ചേർത്ത് നിർത്തിയിട്ട് അച്ചമ്മ പറയുവാണ്. എന്നിട്ട് അച്ചമ്മ വേദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മോൾക്ക് എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നടക്കി വന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ദൈവം ശരിയാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേദയ്ക്ക്. ഇനി നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വിനായകനെയും നന്ദിനിയാണ്. നന്ദിനി വിനായകനോട് ചോദിക്കുവാണ്, നിങ്ങളുടെ കയ്യിൽ ചില്ലറ വല്ലതും ഇരിപ്പുണ്ടോ എന്ന്. അപ്പോൾ ചില്ലറ ഇല്ല, നോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദിനി ഇത് 1 രൂപ കോയിൻ എടുത്തിട്ട് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ, ഉടായിപ്പ് കല്യാണം നടത്തുന്നവരുടെ കൂടെ നിൽക്കാതെ എന്നെ എൻ്റെ ഭർത്താവിനെയും സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്രാർത്ഥിക്കുവാണ് ചെയ്യുന്നത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം വിനായകൻ ചോദിക്കുകയാണ്, ഇത്രയും വലിയ പ്രാർത്ഥനയ്ക്ക് ഈ 1 രൂപ മതിയാവോ നന്ദിനി എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദിനി പറയുവാണ്, പ്രാർത്ഥനയുടെ വലിപ്പത്തിലല്ല കാര്യം, പ്രാർത്ഥനയുടെ വലിപ്പത്തിലാണ് കാര്യം, അല്ലാതെ രൂപയുടെ വലിപ്പത്തിലല്ല എന്ന് നന്ദിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിനായകന്. തെറ്റുകളൊക്കെ ചെയ്യുന്നവരാണ് ലക്ഷക്കണക്കിന് രൂപയും സ്വർണങ്ങളെല്ലാം കൊടുക്കുന്നത്. ഞാൻ നല്ല രീതിയിലാണ് പ്രാർത്ഥിച്ചത്, അതുകൊണ്ട് ഇത് തന്നെ മതി എന്ന് നന്ദിനി പറയുന്നുണ്ട്. ഇങ്ങനെ വിനായകനോട് സംസാരിച്ചിട്ട് തിരിയുന്ന സമയത്തേക്ക് നന്ദിനി പെട്ടെന്ന് കാൽമടങ്ങി വീഴുന്നുണ്ട്. ആ സമയം വിനായകൻ ചിരിക്കുവാണ്. എന്നിട്ട് ആഹാ, ദൈവത്തിന് സത്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നന്ദിനി പറയണോ, ഒന്ന് പിടിച്ചെണീപ്പിക്കേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നന്ദിനിക്ക് ഒട്ടും നടക്കാനേ പറ്റുന്നില്ല. വിനായകനാണ് പിടിച്ച് വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം തറവാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു തറവാടാണ്. വേദ ചോദിക്കുവാണ്, ഈ വീട്ടിൽ അച്ചമ്മ ഒറ്റയ്ക്കാണോ എന്ന്. അച്ചമ്മ പറയുവാണ്, അതെ, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ, എൻ്റെ 2 മക്കൾക്ക് എന്നെ വേണ്ടല്ലോ എന്ന് പറയണം. അപ്പൊ സുധാരൻ പറയുവാണ്, അമ്മയുടെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞതാ അവിടേക്ക് വന്ന് നിൽക്കാൻ. ആ സമയത്ത് അച്ചമ്മ പറയുവാണ്, അതേ സുധാകര, നിന്റെ അച്ഛനും അച്ഛമ്മയല്ല ഈ വീട്ടിലാണ് സന്ധ്യ ഉറങ്ങുന്നത്. അവർക്ക് ഒരു സന്ധ്യാസമയത്ത് തിരി തെളിയിക്കാൻ ഇവിടെ ആളില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഇവിടെ സന്ധ്യാസമയത്ത് ഒരു തിരി തെളിയിക്കാൻ ആളില്ലെങ്കിൽ ഇവിടെ പിന്നെ എങ്ങനെയാണ്? അവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എന്നൊക്കെ അച്ചമ്മ പറയുവാണ്. എന്നിട്ട് പറയുവാണ്, എല്ലാവരുടെ കൂടെ ഇവിടേക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് അച്ചമ്മ അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, അതേ, വേദമോളാണ് ഇവിടുത്തെ പുതിയ മരുമകള്. അപ്പോൾ വേദയും വിക്രമും മാത്രം അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം അകത്തേക്ക് കയറി വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വേദ പറയുവാണ് വിക്രത്തിനോട്, എന്നെ ഇവിടെ അരതി ഒഴിഞ്ഞ് അകത്തേക്ക് വിളിച്ച് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറയാം. അപ്പോൾ വിക്രം പറയുവാണ്, കുടിയിരുത്താൻ പറ്റിയ സാധനം ഒന്ന്. ആ സമയത്ത് വേദ പറയുവാണ്, എന്തേ, നിങ്ങളെപ്പോലെ ഒരു ഗുണ്ടയ്ക്ക് എന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് പറയുവാണ്. ഒന്ന് ഓർത്താൽ ആ രാധ പാവമാ, നിങ്ങളുടെ പിടിയിൽ നിന്ന് അത് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് കാരണം. എന്നിട്ട് പറഞ്ഞ ആ പെൺകുട്ടിയുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അപ്പൊ വിക്രം പറയുകയാണ്, ഓ, നിന്റെ ഒരു വിശാല മനസ്കത. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കമലാമ്മ വിളക്കും കൊണ്ട് വരുവാണ്. വിളക്കുമായിട്ട് കമലാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ചമ്മ ആരതിയും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അച്ചമ്മ നന്ദിനിയോട് പറയുവാണ്, നന്ദിനി, നീ ആ കിണ്ടിയിലെ വെള്ളം എടുത്ത് വേദയുടെ കാലൊന്ന് കഴുകിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നന്ദിനി ചോദിക്കണേ, കാല് കഴുകാനോ? അപ്പൊ നന്ദിനി ചോദിക്കണേ, കാല് കഴുകാനോ വേദയുടെ? ഞാനോ? ഇവിടെയോ? ഇങ്ങനെയൊക്കെ ചോദിക്കുവാണ് അച്ചമ്മയോട് നന്ദിനി. അന്നേരം അച്ചമ്മ പറയുവാണ്, ഇളയ നാത്തൂനാണ്, പിന്നെ നീ തന്നെ അത് ചെയ്യണമെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുവാണ്, ഇളയ നാത്തൂനാണ്
പുതിയ നാത്തൂന്റെ കാല് കഴിക്കേണ്ടത്. ഞാൻ വന്നപ്പോൾ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് നന്ദിനി ചോദിക്കുവാണ്. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, നീ പിന്നെ ഏത് നാളിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നീ പോയിട്ട് അങ്ങോട്ട് കഴുകുക എന്നൊക്കെ പറഞ്ഞിട്ട് വേദയോട് പറയുവാണ്. അച്ഛമ്മ മോളെ ആ കാലൊന്ന് കാണിച്ചു കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ അച്ഛമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വേഗം തന്നെ ചെരുപ്പൊക്കെ ഊരുന്നുണ്ട്. എന്നിട്ട് വേദ ഒരു ചിരിയോടുകൂടി നന്ദിനിയുടെ മുഖത്ത് നോക്കണം. നന്ദിനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വേദയുടെ കാല് കഴുകുന്നത്. എന്നിട്ട് വേദയാണെങ്കിൽ ഒരു ബാഗും കൂടെ കൊടുക്കുന്നുണ്ട് നന്ദിനിക്ക്. എന്നിട്ട് പറയാം, ഇതും കൂടെ പിടിച്ചോ എന്ന് പറയുന്നുണ്ട്. നന്ദിനിക്കാണെങ്കിൽ ഇതൊക്കെ കൊണ്ട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട് വേദയോട്. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ വന്നിട്ട് രണ്ടുപേരെയും ചേർത്ത് നിർത്തി ആരതി ഒഴിയുവാണ് ചെയ്യുന്നത്. എന്നിട്ട് വേദയെ വലത് കാല് വെച്ച് അകത്തേക്ക് കയറി വരാൻ പറയുന്നുണ്ട്. അതിനുശേഷം വേദ കമലാമ്മ കയ്യിൽ കൊടുത്ത നിലവിളക്കുമായിട്ട് വലത് കാൽ വെച്ച് കവാടിന് അകത്തേക്ക് കയറുന്നുണ്ട്. വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ അങ്ങ് നിൽക്കുവാണേ. അതിനുശേഷം കമലാമ്മ പറയുവാണ്, നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് കയറി വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട് വിക്രത്തെയും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം നന്ദിനിയാണെങ്കിൽ വിനായകനെ പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കുവാണ്, അവര് വേദയുടെ കാല് കഴുകാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വാക്ക് പോലും മിണ്ടിയില്ലായിരുന്നല്ലോ മനുഷ്യ എന്നൊക്കെ ചോദിക്കുവാണ് വിനായകന്റെ അടുത്ത്. അപ്പോ വിനായകൻ പറയുവാണ്, ഭഗവാൻ 1 രൂപ ഇട്ടിട്ട് വെച്ച് കണക്ക് പറഞ്ഞ ഇങ്ങനെയൊക്കെ നടക്കുമോ? അപ്പോൾ ആലോചിക്കണം, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അനുഭവിച്ചോ? മര്യാദയ്ക്ക് ഇങ്ങോട്ടേക്ക് കയറി വാടി അകത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വിനായകൻ അകത്തേക്ക് പോകുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അങ്ങനെ നിൽക്കുന്നുണ്ടേ. അതിനുശേഷം കമലാമ്മ രണ്ടുപേരകത്ത് വന്ന് നിൽക്കുന്ന വേദയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി വെച്ചതിന് ശേഷം ഇവിടേക്ക് ഇരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അടുത്ത് അച്ഛമ്മ പറയുവാണ്, ഈ മാല കയ്യിൽ വെക്കാനുള്ളതല്ലെന്ന്, കഴുത്തിലിടും മക്കളെ എന്ന് പറയുവാണ് അച്ഛമ്മ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കഴുത്തിലേക്ക് തന്നെ അത് ഇടുന്നുണ്ട്. അതിനുശേഷം മധുരം കൊടുക്കുവാണ്. അച്ഛമ്മയാണ് ആദ്യം രണ്ടുപേർക്കും മധുരം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ പറയണം, സുധാകര അടുത്തിന് നിന്റെ ഊഴമാണ് എന്ന് പറഞ്ഞിട്ട് സുധാകരനെ കൊണ്ട് കൊടുപ്പിക്കുവാണ് മധുരം. അപ്പോൾ സുധാകരൻ മധുരം കൊടുക്കുന്നതിന് മുൻപ് ചോദിക്കണം, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയുവാണ്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. നീ പറഞ്ഞത് ചെയ്താൽ മതിയെന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. സുധാകരൻ മധുരം കൊടുക്കില്ലെന്നാണ് നന്ദിനി വിചാരിക്കുന്നത്. പക്ഷെ സുധാകരൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേദയ്ക്കും വിക്രമിനും കൂടെ മധുരം കൊടുക്കുന്നുണ്ട്. വിക്രത്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ വേദയ്ക്കും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം കൊടുക്കുന്നുണ്ട് മധുരം. അങ്ങനെ എല്ലാവരും കൊടുക്കുന്നുണ്ട് മധുരം. അത് കഴിഞ്ഞ് വിനായകൻ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വിനായകൻ വേദയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മധുരം എന്ന്. അപ്പൊ വേദ പറയുവാണ്, കൊള്ളാന്ന്. അതിനുശേഷം നന്ദിനിയാണ് കൊടുക്കുന്നത് മധുരം. നന്ദിനി ആദ്യം വിക്രത്തിനാണ് മധുരം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേദയ്ക്ക് കൊടുക്കുന്നു. വേദയ്ക്ക് കൊടുക്കുന്ന സമയത്താണെങ്കിൽ 1 സ്പൂൺ നിറയെ അതിനകത്ത് കിടക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ വേദയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേദയ്ക്ക് ഇറക്കാൻ പറ്റാത്ത രീതിയിൽ നന്ദിനി വാരി കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ടേ. ഇത് കണ്ടിട്ട് വിക്രം വേദയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മാഷ് ഇങ്ങനെ വിഷമിച്ച് പുറത്ത് വന്ന് നിൽക്കുവാണ്. അപ്പോൾ കമലാമ്മ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, എനിക്കറിയാം ഈ ചടങ്ങുകളോടൊന്നും മാഷിന് അത്ര താല്പര്യമില്ല. മധുരം കൊടുത്തതും ചടങ്ങ് നടത്തിയതും എല്ലാം അമ്മയുടെ ഇഷ്ടത്തിനല്ലേ, അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ മാഷ് സമ്മതിച്ചാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് കമലാമ്മ പറയുന്നുണ്ട്. അപ്പോൾ മാഷ് ചോദിക്കുവാണ്, നീ എന്താ വിചാരിച്ചത്, ഇതുപോലുള്ള ചടങ്ങുകളിൽ ഞാൻ പങ്കെടുക്കില്ലെന്നോ, ഇതുപോലുള്ള ചടങ്ങ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലെന്നോ? അങ്ങനെയല്ലേ, എനിക്കും ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ. ഒരു അച്ഛൻ എന്ന നിലയിൽ ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു എന്ന് കമലാമ്മയോട് പറയുന്നുണ്ട്. അതൊക്കെ മനസ്സറിഞ്ഞ് തന്നെയാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ അമ്മയുടെ സന്തോഷത്തിനും കൂടെ വേണ്ടിയിട്ടാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നതെന്ന് കരുതി ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നീ വിചാരിക്കരുത്. വേദയുടെയും വിക്രത്തിന്റെയും കാര്യത്തിൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറയും. അപ്പോഴത്തേക്ക് കമലാമ്മ പറയുവാണ്, ഇത്രയ്ക്ക് കടുംപിടുത്തം വേണോ മാഷേ എന്ന്. ഇവര് അവിടെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് അച്ഛമ്മ എത്തുന്നുണ്ടേ. അച്ഛമ്മ വന്നിട്ട് ചോദിക്കുവാണ്, എന്താ? മാഷ് പറയുവാണ്, അമ്മ വിചാരിക്കുന്നത് പോലെയല്ല വിക്രത്തിന്റെയും വേദയുടെയും ജീവിതം. അവൻ നിർബന്ധിച്ചാണ് വേദയെ വിവാഹം ചെയ്തത്. ആ സമയത്ത് അച്ഛമ്മ പറയുവാണ്, എനിക്കറിയാം സുധാകര, ഞാൻ ഫോണിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്നാണ് അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് കാണുമ്പോൾ ഏതൊരു മണ്ടനും മനസ്സിലാവും എന്ന് അച്ഛമ്മ പറയുവാണ്. അപ്പൊ മാഷ് ചോദിക്കുവാണ്, പിന്നെ എന്തിനാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നത്? അവർ ശരിക്കും കല്യാണം കഴിച്ചതാണെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. അതെ, ആ കുട്ടി ഇതുവരയ്ക്കും തിരിച്ചു വീട്ടിലേക്ക് പോകാത്തത് ആ താലിയിൽ അവൾക്ക് അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവൾ പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. വിക്രം കെട്ടിയിട്ടുള്ള ആ താലിയിൽ മേൽ അത്രയ്ക്ക് അവൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് വിക്രമിനെ വിട്ട് അവൾ പോകാത്തത്. വിക്രത്തിന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കാൻ ആ കുട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ പറയുവാണ്, ഇത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ള കുട്ടിയല്ലേ, ആ കുട്ടിക്ക് മനസ്സിലാകാറുണ്ട്. ഉദാഹരണം പറയുവാണ്, ഒരുപാട് പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ,
ലോക വിവരം വേണമെന്ന്. അപ്പൊ അച്ഛമ്മ പറയുകയാണ് അതൊക്കെ ആ കുട്ടിക്കുണ്ട്, നീ എന്തായാലും ഇനി അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട. എന്തായാലും അവൾ നമ്മുടെ വീട്ടിലെ മരുമകളായി കഴിഞ്ഞു. ഒരച്ഛൻ എന്ന നിലയ്ക്ക് നീ അത് അംഗീകരിച്ചേ പറ്റൂ. ഇപ്പൊ മാഷ് പറയുവാണ് എനിക്കതിന് പറ്റുന്നില്ല അമ്മയെന്ന്. നിനക്കും ഒരു അച്ഛനുണ്ടായിരുന്നു സുധാകര, നീയും നിന്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ നടത്തി പോയപ്പോ, നീ നിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിച്ചു പോയപ്പോൾ നിന്റെ അച്ഛനും ഇതുപോലെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ എന്തിനെങ്കിലും നിനക്ക് കുറവ് വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുവാണ്. അപ്പോൾ സുധാകരൻ ഒന്നും മിണ്ടാതെ എങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ മാഷ് ചോദിക്കുവാണ് അതുപോലെ തന്നെയാണോ ഇത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അച്ഛമ്മ പറയുവാണ് അതുപോലെ തന്നെയാണ് ഇതും. ഇതിലെന്താ ഇപ്പൊ മാറ്റമുള്ളത്? വാ കമലെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കമലയെ. ആ കമലെ, നമുക്ക് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം കമലയും വിളിച്ചോണ്ട് അച്ഛമ്മ അകത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ അച്ഛമ്മ കമലാമ്മയും വിളിച്ചോണ്ട് അകത്തേക്ക് പോകുന്നത് കാണിച്ചും കൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്.